വടക്കാഞ്ചേരി എങ്കക്കാട് അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്നും 15.5 പവൻ കവർന്ന കേസിലെ പ്രതികളെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടി വടക്കാഞ്ചേരി പോലീസ്. നിരവധി കേസുകളിൽ പ്രതിയായ കള്ളക്കുറിശി സ്വദേശി ശിവ, എങ്കക്കാട് സ്വദേശി ഹസൻ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പിടിയിലായത്. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് വയലിൻ പ്രതിഭ സംഗീത കലാനിധി പത്മശ്രീ എ കന്യാകുമാരി അർഹയായി. 50,001 രൂപയും സ്വർണ്ണപ്പതക്കവുമാണ് പുരസ്കാരം. വാഴാനി ഫിഷറീസ് സഹകരണ സംഘം വർഷങ്ങളായി അടച്ചുപൂട്ടിയ നിലയിൽ. ഹരിജൻ ഗിരിജൻ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘമാണ് പൂട്ടിയത്. അതിരപ്പിള്ളി ചിക്ലായിയിൽ കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചു. ഞരളക്കാട്ട് ജോസഫിന്റെ തോട്ടത്തിലെ തെങ്ങുകളും കവുങ്ങുകളുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി എങ്കക്കാട് അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്നും 15.5 പവൻ കവർന്ന കേസിലെ പ്രതികളെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടി വടക്കാഞ്ചേരി പോലീസ്. വടക്കാഞ്ചേരി സിഐ റിജിൻ എം തോമസിന്റെ മേൽനോട്ടത്തിൽ SI TC അനുരാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ അതിവിദഗ്ധമായി പിടികൂടിയത്. നിരവധി കേസുകളിൽ പ്രതിയായ കള്ളക്കുറിശി സ്വദേശി ശിവ, എങ്കക്കാട് സ്വദേശി ചെറുവായിൽ വീട്ടിൽ ഹസൻ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരെയാണ് അന്വേഷണ സംഘം ഓട്ടുപാറയിൽ നിന്നും പിടികൂടിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കളത്തിപ്പറമ്പിൽ കുഞ്ഞന്റെ വീട്ടിൽ കവർച്ച നടന്നത്. താഴത്തെ നിലയിലെ റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും 2 ടിവിയും ഇൻവെർട്ടറിന്റെ ബാറ്ററികളുമാണ് മോഷ്ടാക്കൾ കവർന്നത്. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ദേവസ്വം നൽകിവരുന്ന ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് വയലിൻ പ്രതിഭ സംഗീത കലാനിധി പത്മശ്രീ എ കന്യാകുമാരി അർഹയായി. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി വയലിൻ വാദന രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് കന്യാകുമാരിയെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ഗുരുവായൂരപ്പന്റെ രൂപം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കം, 50,001 രൂപയും പ്രശസ്തി പത്രവും ബലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചെമ്പൈ സംഗീതോത്സവ ഉദ്ഘാടന ദിവസമായ ഈ മാസം 26-ന് പുരസ്കാരം സമ്മാനിക്കും. പ്രശസ്ത വയലിൻ വിദ്വാൻമാരായ ഈശ്വരവർമ്മ, TH സുബ്രഹ്മണ്യം, ദേവസ്വം ഭരണസമിതി അംഗം C മനോജ് എന്നിവരുൾപ്പെട്ട സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. വാഴാനി ഫിഷറീസ് സഹകരണ സംഘം വർഷങ്ങളായി അടച്ചുപൂട്ടിയ നിലയിൽ. വാഴാനി ഡാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹരിജൻ ഗിരിജൻ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘമാണ് അടച്ചുപൂട്ടലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സംഘം രൂപീകൃതമായിട്ട് 3 പതിറ്റാണ്ടായെങ്കിലും അംഗങ്ങളായ 54 കുടുംബങ്ങൾ ഇന്ന് പട്ടിണിയിലാണ്. ഡാമിൽ മീൻ നിക്ഷേപം ഇല്ലാതായതോടെ അംഗങ്ങളിൽ പലരും മറ്റ് ജോലികളിലേക്ക് തിരിഞ്ഞു. 4 പേർ മാത്രമാണ് ഇന്ന് മത്സ്യകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. റിസർവോയറിൽ മത്സ്യകൃഷി നടത്താനുള്ള അധികാരം സംഘത്തിനും തൊഴിലാളികൾക്കുമായിരുന്നു. 10 വർഷം മുന്നേ വാഴാനിക്ക് ചുറ്റുമുള്ള വനപ്രദേശങ്ങൾ പീച്ചി വൈൽഡ് ലൈഫിന് കീഴിലേക്ക് മാറിയതോടെയാണ് ഡാമിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് വനം വകുപ്പിന്റെ വിലക്ക് വന്നത്. ഇതിന് കാരണമായി പറയുന്നത് കാർപ്പ് മത്സ്യങ്ങളെ നിക്ഷേപിക്കുന്നത് ജൈവവൈവിധ്യങ്ങളെ ബാധിക്കുമെന്നാണ്. ഡാമിന് ചുറ്റും നിബിഡ വനമാണ്, അതിനാൽ ചെറുമീനുകൾ നിക്ഷേപിക്കാനേ അനുമതിയുള്ളൂ. നാടൻ മത്സ്യക്കുഞ്ഞുങ്ങളെ ഓരോ സീസണിലും നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും ഡാമിന്റെ ഷട്ടറുകൾക്ക് മുന്നിലും സ്പിൽവേ ഷട്ടറുകൾക്ക് മുന്നിലും നെറ്റുകൾ ഇല്ലാത്തതിനാൽ മീൻ കുഞ്ഞുങ്ങൾ ഒഴുകി പുറത്തേക്ക് പോകും. ശേഷിച്ച മീനുകളെ ഡാമിൽ ധാരാളമുള്ള നീർനായ, നീർക്കാക്ക എന്നിവ ഭക്ഷണമാക്കുന്നതിനാൽ ഡാമിൽ ഒട്ടും മത്സ്യസമ്പത്തില്ലാത്ത അവസ്ഥയിലാണ്. വാഴാനി ഡാമിലേക്ക് വെള്ളമൊഴുകുന്ന വൃഷ്ടിപ്രദേശങ്ങളൊക്കെ തന്നെ പീച്ചി വൈൽഡ് ലൈഫിൻ്റെ കീഴിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ട് ഈ വാഴാനി ഡാമിൽ നിക്ഷേപിക്കുന്ന മത്സ്യങ്ങളൊന്നും കാർപ്പ് മത്സ്യങ്ങളാവാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ വാഴാനി ഡാമിൻ്റെ ജലാശയത്തിൽ കാർപ്പ് മത്സ്യങ്ങൾ നിക്ഷേപിക്കാൻ കഴിയാത്ത അവസ്ഥ കൊണ്ട് തന്നെ ഇന്ന് അവർക്ക് മത്സ്യം കിട്ടാത്തൊരവസ്ഥയുണ്ട്. കഴിഞ്ഞ പ്രളയത്തിന് ശേഷം ആ ഡാമിൻ്റെ മൗത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്പിൽവേയുടെ മൗത്തിൽ സ്ഥാപിച്ചിട്ടുള്ള നെറ്റ് ഒഴുകിപ്പോയതിൻ്റെ ഭാഗമായിട്ട് അവിടെ മത്സ്യം കിട്ടാത്ത അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കിണർ, ഏറ്റവും താഴെ വെള്ളം ഒഴുക്കി വിടുന്ന കിണറിൻ്റെ മുൻവശത്തുള്ള നെറ്റും നശിച്ചു പോയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ നിക്ഷേപിക്കുന്ന മത്സ്യങ്ങൾ നിൽക്കാത്തൊരവസ്ഥയുണ്ട്. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ഒരു ബഹുഭൂരിപക്ഷം പ്രദേശത്തെ ജനങ്ങളും ഈ പ്രദേശത്ത് വന്ന് മത്സ്യം വാങ്ങിക്കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അതായത് വിഷരഹിതമായ നല്ല മത്സ്യം കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത് കൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. റിസർവോയറിൽ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാൽ 54 കുടുംബങ്ങൾക്ക് വരുമാനമാർഗമാകും എന്ന് മാത്രമല്ല, വടക്കാഞ്ചേരി മേഖലയിലെ ജനങ്ങൾക്ക് വിഷരഹിതമായ മത്സ്യങ്ങൾ ലഭിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം വാഴാനി ഡാമിലെ മത്സ്യസമ്പത്ത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഫിഷറീസ് സഹകരണ സംഘത്തെ രക്ഷിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. TCV വടക്കാഞ്ചേരി. അതിരപ്പിള്ളി ചിക്ലായിൽ കാട്ടാനകൾ കൃഷിയിടം തകർത്തു.
ഞെരളക്കാട്ട് ജോസഫിന്റെ തോട്ടത്തിലെ നിരവധി കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. 10 തെങ്ങിൻ തൈകൾ, 25 കവുങ്ങുകൾ എന്നിവയാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. മറ്റ് ചെറുവിളകളും ആനക്കൂട്ടം ചവിട്ടി നശിപ്പിച്ചു. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. പുഴ കടന്നെത്തിയ 3 ആനകളായിരുന്നു പറമ്പിൽ മണിക്കൂറുകളോളം തമ്പടിച്ചത്. പടക്കം പൊട്ടിച്ചും വലിയ തോതിൽ ശബ്ദമുണ്ടാക്കിയും വീട്ടുകാർ ആനകളെ തുരത്തി. ഒരാഴ്ച മുമ്പും ജോസഫിന്റെ തോട്ടത്തിൽ സമാനമായ രീതിയിൽ ആനകൾ കൃഷി നശിപ്പിച്ചിരുന്നു. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉയർത്തി പീപ്പിൾസ് ക്ലൈമറ്റ് ആക്ഷൻ കേരളം, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ വാഴച്ചാലിൽ ക്ലൈമറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ, പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവർ ക്ലൈമറ്റ് മാർച്ചിൽ പങ്കെടുത്തു. MLA സനീഷ് കുമാർ ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ അധ്യക്ഷനായി. സംവിധായകൻ പ്രിയനന്ദനൻ, ചാലക്കുടിപ്പുഴ സംരക്ഷണ സമിതി ചെയർമാൻ SP രവി, ഡോക്ടർ S അഭിലാഷ്, വാഴച്ചാൽ ഊരുമൂപ്പത്തി ഗീത, ആൻഡോ ഏലിയാസ്, പ്രൊഫസർ കുസുമം ജോസഫ്, പ്രോഗ്രാം കൺവീനർ VV രാജശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. വാഴച്ചാലിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കാണ് ക്ലൈമറ്റ് മാർച്ച് നടന്നത്. ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പുകളും വെടിക്കെട്ടുകളും ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരകേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് T സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാമകൃഷ്ണൻ ഇയാൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, ആന ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വൃശ്ചിക പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുപവനപുരിയിലേക്ക് ആയിരങ്ങളെത്തി. ഇനിയുള്ള 41 ദിവസം ഗുരുവായൂരിൽ ശരണം വിളിയുടെ നാളുകളാണ്. ക്ഷേത്രത്തിൽ മണ്ഡലകാല പൂജകൾക്ക് വൃശ്ചിക പിറവി ദിനത്തിൽ തുടക്കമായി. ക്ഷേത്രത്തിൽ കാഴ്ചശീവേലിക്ക് 5 പ്രദക്ഷിണമുണ്ടായിരുന്നു. ഇടുത്തുടി, വീരാണം എന്നീ വിശേഷവാദ്യങ്ങളും അകമ്പടിയായി. മണ്ഡലകാലം കഴിയുന്നതുവരെ ഇത് ആവർത്തിക്കും. ഉച്ചപൂജയ്ക്ക് മുമ്പ് ഗുരുവായൂരപ്പന് പഞ്ചഗവ്യം അഭിഷേകം ചെയ്തു. 40 ദിവസം പഞ്ചഗവ്യം അഭിഷേകം ചെയ്ത് 41 ദിവസം കളഭാട്ടം നടത്തും. മണ്ഡലകാലത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 1 മണിക്കൂർ ദർശന സമയം നീട്ടിയിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞ് 4:30 തുറക്കുന്ന ക്ഷേത്രനട മണ്ഡലകാലം കഴിയുന്നതുവരെ 3:30 തുറക്കും. മണ്ഡല മകരവിളക്ക് സീസണിൽ ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നഗരസഭാ ഓഫീസ് വളപ്പിൽ ഫസ്റ്റ് എയ്ഡ് ബൂത്ത് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷെഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങളിലായി 24 മണിക്കൂറും സൗജന്യ മെഡിക്കൽ സേവനം ലഭ്യമാക്കുന്ന രീതിയിലാണ് ഫസ്റ്റ് എയ്ഡ് ബൂത്ത് സജ്ജീകരിച്ചിട്ടുള്ളത്. പേരുമാറ്റി നവീകരിച്ച ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന്റെ സമർപ്പണം നടന്നു. 1988 ഒക്ടോബർ 22-നാണ് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തത്. അന്നു മുതൽ ദേവസ്വം മേൽപ്പത്തൂർ ഓഡിറ്റോറിയം എന്നാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മേൽപ്പത്തൂർ അല്ല, മേൽപ്പുത്തൂർ ഓഡിറ്റോറിയം എന്ന് തിരുത്തണമെന്ന് പണ്ഡിതർ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 10 ലക്ഷം രൂപ ചെലവിട്ട് നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ പേര് മാറ്റി മേൽപ്പുത്തൂർ എന്നാക്കിയത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നവീകരിച്ച മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാള കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ UDF പാനൽ വിജയിച്ചു. ബാങ്കിന്റെ നിലവിലുള്ള പ്രസിഡന്റ് ജോഷി പെരപ്പാടൻ നയിച്ച വിമത പാനലിനെ പരാജയപ്പെടുത്തിയാണ് UDF പാനൽ വിജയിച്ചത്. LDF പാനൽ 3-ാം സ്ഥാനത്തായി. കഴിഞ്ഞ UDF ഭരണസമിതിയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ജോഷി പെരപ്പാടൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് നേതൃത്വവുമായി കലഹിച്ച ജോഷി മറ്റൊരു പാനലായാണ് മത്സരിച്ചത്. ഇരുമ്പ് ഡ്രമ്മിലെ കുട്ടിത്താളം വൈറലായപ്പോൾ മേളക്കാർക്ക് ആവേശം. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ മേളപ്രകടനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. ഇന്റർവെൽ സമയത്ത് ക്ലാസ്സിലെ ഡെസ്കിൽ താളമിട്ട കുസൃതികൾക്ക് വിദ്യാലയത്തിലെ ഉപയോഗശൂന്യമായ ഇരുമ്പ് ഡ്രം കാണിച്ചു കൊടുത്തത് ഹെഡ് മിസ്ട്രസ് ഷരീഫ ടീച്ചറാണ്. മേളം മുറുകിയപ്പോൾ മലയാളം അധ്യാപിക ഷീജ രമേശ് അത് മൊബൈൽ ക്യാമറയിൽ പകർത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് കുട്ടിമേളക്കാർ ശ്രദ്ധേയരായത്.
ഇപ്പോൾ ഉച്ചയൂണിന് ശേഷമുള്ള വിശ്രമ സമയം വിദ്യാലയത്തിൽ മേള നേരമാണ്. സഹപാഠികളുടെ മേളപ്പെരുക്കം ആസ്വദിക്കാൻ മറ്റു വിദ്യാർത്ഥികളും എത്താറുണ്ട്. 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ മൃദുൽ കൃഷ്ണ, നജികേതസ്, ഷാനവാസ്, അനന്തുകൃഷ്ണ, ഭരത്, 7ാം ക്ലാസ്സുകാരനായ അഭിനവ്, ജുവൽ രാകേഷ്, 5ാം ക്ലാസ് വിദ്യാർത്ഥികളായ അജ്മൽ റഷീദ്, അഫ്സൽ എന്നിവരാണ് മേളവിരുന്നൊരുക്കുന്നത്. TCV കയ്പമംഗലം. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തിച്ചൂർ റോഡരികിലെ മണ്ണ് അധികൃതർ നീക്കം ചെയ്തു. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശങ്ങളിലും കൂട്ടിയിട്ടിരുന്ന മണ്ണും കല്ലുകളും അപകടങ്ങൾക്കിടയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം വീതി കുറഞ്ഞ റോഡിൽ സൈക്കിളിൽ സഞ്ചരിക്കുകയായിരുന്ന കുട്ടഞ്ചേരി സ്വദേശിയായ ഗൃഹനാഥൻ സ്വകാര്യ ബസിന് വശം ഒതുക്കിക്കൊടുക്കുന്നതിനിടയിൽ ബസിനടിയിലേക്ക് വീണ് മരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് റോഡരികിലെ മണ്ണും കല്ലും നീക്കം ചെയ്തത്. ലോകത്ത് കാണുന്ന ഓരോ വസ്തുവിലും അടങ്ങിയിരിക്കുന്നത് ബ്രഹ്മചൈതന്യമാണ് എന്ന അറിവാണ് വേദങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ഗീതാകുമാരി. ശ്രീരാമസ്വാമി ക്ഷേത്രാങ്കണത്തിൽ കടവല്ലൂർ അന്യോന്യം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. അറിവുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ മലയാളി പുലർത്തുന്ന ജാഗ്രതയുടെ ഉദാഹരണമാണ് കടവല്ലൂർ അന്യോന്യമെന്നും അവർ പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CR സുഭദ്ര, സ്വാമി സദ്ഭാവാനന്ദ, ഡോക്ടർ K രവീന്ദ്രൻ, ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടാലാത്ത്, കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വടക്കുംപാട്ട് നാരായണൻ, ഡോക്ടർ CM നീലകണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്യോന്യ പരിഷത്ത് നൽകിവരുന്ന വേദബന്ധു പുരസ്കാരം ഡോക്ടർ സുധ ഗോപാലകൃഷ്ണന് സമർപ്പിച്ചു. കടവല്ലൂർ സ്വദേശിയും കൂടിയാട്ട അധ്യാപികയുമായ കലാമണ്ഡലം ഗിരിജയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച നടി ദി ആക്ട്രസ് എന്ന സിനിമയുടെ പ്രദർശനവും ഉണ്ടായി. അന്യോന്യത്തിന്റെ ഭാഗമായി നടക്കുന്ന അന്തർദേശീയ സെമിനാറുകളും വേദിയിൽ വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ഏകാദശി മണ്ഡല മകരവിളക്ക് സീസണിൽ തീർത്ഥാടകർക്ക് വൈദ്യസഹായം ഉറപ്പാക്കാനായി ഗുരുവായൂർ ക്ഷേത്രനടയിൽ താൽക്കാലിക ഹോമിയോ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കേനടയിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ യൂണിറ്റ് മകരവിളക്ക് ദിവസമായ ജനുവരി 14 വരെ പ്രവർത്തിക്കും. ജില്ലയിലെ മുഴുവൻ ഡോക്ടർമാരും ജീവനക്കാരും ഈ സംവിധാനത്തിന്റെ ഭാഗമായി രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ 2 ഷിഫ്റ്റുകളായി പ്രവർത്തിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി അറിയിച്ചു. കർഷക കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി കൂമ്പുള്ളി പാലത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. MLA മുരളി പെരുന്നെല്ലിയുടെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെയും ഇടിയഞ്ചിറയിലും ഏനാമാവിലും റെഗുലേറ്റർ നവീകരണം പൂർത്തിയാക്കാത്തതിനുമെതിരായാണ് പ്രതിഷേധ ജ്വാല തെളിയിച്ചത്. DCC സെക്രട്ടറി PK രാജൻ പ്രതിഷേധ ജ്വാല തെളിയിക്കൽ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KB ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ CJ സ്റ്റാൻലി, KS ദീപൻ, കർഷക കോൺഗ്രസ് നേതാക്കളായ പ്രസാദ് പണിക്കൻ, OJ ഷാജൻ, മണ്ഡലം പ്രസിഡന്റുമാരായ PB ഗിരീഷ്, BV ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ഏകാദശി വിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ജയശ്രീയിൽ V ബാലകൃഷ്ണൻ നായരുടെ കുടുംബത്തിന്റെ വക വിളക്ക് ആഘോഷിച്ചു. വിളക്കാഘോഷത്തിന്റെ 7ാം ദിവസമായ ഞായറാഴ്ച കോടതി വക ഏകാദശി വിളക്ക് ആഘോഷിക്കും. രാവിലെയും ഉച്ചതിരിഞ്ഞുമുള്ള കാഴ്ച ശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരാർ മേളം നയിക്കും. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 6 മുതൽ കലാപരിപാടികൾ തുടങ്ങും. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ദേവാലയത്തിൽ കായ്ച്ച ഓടപ്പഴം. കലാഭവൻ മണിയുടെ നാടൻ പാട്ടിലൂടെയാണ് പുതിയ തലമുറ ഓടപ്പഴത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ സുലഭമായിരുന്നു ഓടപ്പഴം. പുതിയ തലമുറയിലെ പലരും ഇത് കണ്ടിട്ട് പോലുമില്ല. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് ആശ്രമ ദേവാലയത്തിൽ കാഴ്ച ഓടപ്പഴം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. 10 വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്റ്റ് കോളേജിന്റെ മാനേജർ ജോയ് പീനിക്കപ്പറമ്പിലാണ് കരുവന്നൂരിലെ ഒരു വീട്ടിൽ നിന്നും ഓടപ്പഴത്തിന്റെ വിത്ത് കൊണ്ടുവന്ന് നട്ടത്. വള്ളിയായി മറ്റ് വൃക്ഷങ്ങളിൽ ചുറ്റി പടർന്നു കയറുന്ന ഓടം മരം പോലെ വണ്ണം വെക്കും. 10 വർഷം മുമ്പ് ഒരു തൈ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഓടപ്പഴത്തിന്റെ തൈയാണ് കാണുന്നത്. അത് പൂത്ത് വർഷമാണത്. അത് പൂത്ത് വർഷങ്ങൾക്ക് കഴിയുമ്പോൾ കായുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്
നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് കാണാനുള്ളൊരു അവസരം, പുതുതലമുറയ്ക്ക് ഇതെന്താണ് ഈ മണി പാടി നടന്നിട്ടുള്ള ഓണപ്പാടത്തിൽ പ്രത്യേകത എന്തെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടെ നിങ്ങൾക്ക് ഒരുക്കാണ്. പണ്ട് സർപ്പക്കാവുകളിലും കാട് പിടിച്ച പറമ്പുകളിലും ഓടമുണ്ടായിരുന്നു. നല്ല മൂപ്പേറിയ ഓടത്തിൽ ധാരാളം കായ്കളും ഉണ്ടാകും. ഓടക്കുരു ഉണക്കിയാട്ടിയാൽ ഔഷധ ഗുണമുള്ള ഓടത്തെണ്ണ കിട്ടും. ഈന്തപ്പഴ വലിപ്പവും സ്വർണ്ണ നിറവും ഔഷധ ഗുണവുമുള്ളതാണ് ഓടപ്പഴം. വൃക്ഷങ്ങൾ ഏറെയുള്ള പറമ്പുകളിലായിരുന്നു ഓടയുണ്ടായിരുന്നത്. മാവിലും മറ്റു വൃക്ഷങ്ങളിലും ഓടവള്ളികൾ പടർന്നു കയറുകയാണ് ചെയ്യുന്നത്. ജനവാസം കൂടിയതോടെ ഓടം പോലുള്ള ഔഷധ സസ്യങ്ങളും അന്യമായി. ആദിവാസി ഊരുകളിലും കാടുകളിലുമാണ് ഇപ്പോൾ ഓടം കണ്ടുവരുന്നത്. പഴത്തിന്റെ കുരു ഉണക്കി ആട്ടിയെടുത്തുണ്ടാക്കുന്ന ഓടത്തെണ്ണ മികച്ച ഔഷധമാണ്. ആയുർവേദ മരുന്നുകളിലും കർക്കിടക മാസത്തിലെ ചികിത്സയിലും ഓടത്തെണ്ണ ഉപയോഗിക്കുക പതിവായിരുന്നു. പശ്ചിമഘട്ട കാടുകളിൽ കാണപ്പെടുന്ന ആരോഹിയായ വള്ളിച്ചെടിയാണ് ഓടൽ. സർക്കോസ്റ്റിഗ്മ ക്ലീനി എന്നാണ് ശാസ്ത്രീയ നാമം. വള്ളിയോടൽ, എരുമഞ്ഞാലി, വെള്ളയോടൽ എന്നിങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കടങ്ങോട് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി മുഖ്യാതിഥിയായിരുന്നു. ഈ മാസം 26 മുതൽ 30 വരെ വിവിധയിടങ്ങളിലായി കലാകായിക മത്സരങ്ങൾ നടക്കും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ പുതിയ കുടിവെള്ള സംഭരണി കൂടി സ്ഥാപിച്ചു. അയ്യപ്പ ഭക്തർ വിരിവയ്ക്കുന്ന തീർത്ഥക്കുളത്തിനടുത്ത നടപ്പന്തലിന് സമീപമാണ് കുടിവെള്ള സംഭരണി സ്ഥാപിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, മനോജ് B നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ ശമ്പളവും പെൻഷനും തനത് ഫണ്ടിൽ നിന്ന് കണ്ടെത്തണമെന്ന ധനകാര്യ വകുപ്പിന്റെ ഉത്തരവ് അസംബന്ധമെന്ന് സാഹിത്യ നിരൂപനും പ്രഭാഷകനുമായ ഡോക്ടർ NR ഗ്രാമപ്രകാശ്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടെയാണോ ഈ വകുപ്പ് ഉത്തരവിറക്കിയതെന്ന് സംശയമാണ്. തികച്ചും അസാധ്യവും അപ്രായോഗികവുമാണ് ഉത്തരവിലെ നിർദ്ദേശങ്ങൾ. അതത് കാലത്തെ സർക്കാരുകൾ ബില്ല് അവതരിപ്പിച്ച് കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളെ ഒരു സുപ്രഭാതത്തിൽ കൈയൊഴിയുന്നത് മര്യാദയല്ലെന്നും ഡോക്ടർ ഗ്രാമപ്രകാശ് തുറന്നടിച്ചു. തലവണിക്കര ചാത്തനായ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 10 വർഷമായി പാലിയേക്കരയിൽ നടത്തിവരുന്ന മണ്ഡലമാസത്തിൽ നടക്കുന്ന അന്നദാനത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി കൃഷ്ണദാസ് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് AG രാജേഷ്, സെക്രട്ടറി A സുരേഷ് കുമാർ, കമ്മിറ്റി അംഗങ്ങളായ മഹാദേവ്, T രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പ്രസിദ്ധമായ ഞെള്ളൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയാഘോഷത്തിന് കൊടിയേറി. ക്ഷേത്ര മേൽശാന്തി ശശിധരൻ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് വിമൽ കൊരട്ടിക്കാടൻ, സെക്രട്ടറി സ്വാതികുമാർ ചാത്തപ്പായി, ട്രഷറർ അനൂപ് മണപ്പെട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് 22 ദേശങ്ങളിലും ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 21-നാണ് പൂയം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലെ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന മാനേജ്മെന്റ് സമീപനം അടിയന്തരമായി തിരുത്തണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ആശ്രിത നിയമനം ത്വരിതപ്പെടുത്തുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 26-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെ മുന്നോടിയായി ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ ഡിവിഷൻ ഓഫീസിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ശൈലിഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. വർക്കേഴ്സ് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ ഡിവിഷൻ പ്രസിഡന്റ് KC ശ്യാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CS രമേഷ് കുമാർ, AITUC കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KN രാമൻ, PK ഭാസി, വർക്കേഴ്സ് ഫെഡറേഷൻ കൊടുങ്ങല്ലൂർ ഡിവിഷൻ സെക്രട്ടറി MV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. എറവ് കോലാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലം, അയ്യപ്പൻപാട്ട് എന്നിവയുടെ അകമ്പടിയോടെയാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചത്. പ്രധാന വീഥികളിൽ ഭക്തർ നിലവിളക്കും നിറപറയും വെച്ച് സ്വീകരണമൊരുക്കി. ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. പേനിക്കാട്ട് ബ്രദേഴ്സ് സംഘത്തിന്റെ ശാസ്താംപാട്ടും ഭക്തി നിർഭരമായി. പ്രസാദഊട്ടും ഉണ്ടായിരുന്നു. കൺവീനർ ഉണ്ണികൃഷ്ണൻ ചിറ്റാട്ടിൽ, ട്രഷറർ ഗോപാലകൃഷ്ണൻ അമ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി.
മനക്കൊടി പുള്ള് റോഡ് ഉയരം കൂട്ടി വാരിയംകോൾ പാടശേഖരത്തിലെ നെൽകൃഷി സമയബന്ധിതമായി ഇറക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സിപിഎം അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി സമ്മേളനം ആവശ്യപ്പെട്ടു. സിപിഎം ജില്ലാ സെക്രട്ടറി അംഗം KV അബ്ദുൽ ഖാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ ലോക്കൽ കമ്മിറ്റിയെ കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റിയായും അരിമ്പൂർ ലോക്കൽ കമ്മിറ്റിയായും വിഭജിച്ചു. അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി KM ഗോപിദാസിനെയും കുന്നത്തങ്ങാടി ലോക്കൽ സെക്രട്ടറിയായി K രാജേഷിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. KM ഗോപിദാസൻ അധ്യക്ഷനായി. CK വിജയൻ, KK ശശിധരൻ, VN സുർജിത്ത്, KR ബാബുരാജ്, സ്മിത അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ ക്ഷേത്രം കലണ്ടറിന്റെ പ്രകാശനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, മേളപ്രമാണി പെരുവനം സതീശൻ മാരാർക്ക് നൽകി നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ MB മുരളീധരൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽ കർത്ത, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഴയന്നൂർ കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലുള്ള വേട്ടേക്കാരൻ കാവിൽ ചുറ്റുവിളക്ക് ഉത്സവം നടന്നു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ശ്രീമൂലസ്ഥാനത്തേക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ ഗജരാജൻ ചോപ്പീസ് കുട്ടിശങ്കരൻ തിടമ്പേറ്റി. ജയശ്രീ മനോഹരന്റെ ഓട്ടൻതുള്ളൽ, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാസാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്രതാരം അപർണ ബാലമുരളി, ദേവസ്വം മാനേജർ മനോജ് K നായർ, ബാലരവി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ ഏകാദശിയുടെ ഭാഗമായി നടക്കാൻ പോകുന്ന പ്രോഗ്രാംസിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇന്നലെ കൊടകര ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. ആറേശ്വരം കുന്നിൻ മുകളിലേക്ക് വൻ ഭക്തജന പ്രവാഹമായിരുന്നു. വ്രതം നോറ്റ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രനടയിലെത്തി കറുപ്പണിഞ്ഞ് മാലയിട്ടത്. ക്ഷേത്ര ചടങ്ങുകൾക്ക് ഏറന്നൂർ മനയ്ക്കൽ പ്രസാദ് നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. 10 കാവടി സെറ്റുകളാണ് ആഘോഷത്തിൽ പങ്കാളികളായത്. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് AK രാജൻ, സെക്രട്ടറി PR അജയഘോഷ്, ട്രഷറർ KR രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മാള വടമ പാമ്പുമേക്കാട്ട് മനയിൽ വൃശ്ചികം 1 ദർശനത്തിനായി ആയിരങ്ങളെത്തി. പോലീസും സേവാഭാരതി പ്രവർത്തകരും തിരക്ക് നിയന്ത്രിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും ക്യാമ്പ് ചെയ്തിരുന്നു. മനയിലെ വിശേഷാൽ പൂജകളും നൂറും പാലും സമർപ്പണവും അനുഷ്ഠാന ശുദ്ധിയോടെ നടന്നു. ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് തൃശൂർ റീജിയൻ കമ്മിറ്റിയും അടൂർ റിംഗ് മിനിസ്ട്രീസും സംയുക്തമായി വാടാനപ്പിള്ളയിൽ ലഹരിവിരുദ്ധ യാത്ര നടത്തി. ജോൺ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജിജി ദാനിയേൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ബിജു ജോസഫ്, KK അഭിലാഷ്, PT ജോൺ, ജോൺസൺ സാം തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6910 രൂപ, പവന് 55,280 രൂപ, വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3188 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി എങ്കക്കാട് അടഞ്ഞുകിടന്ന വീട്ടിൽ നിന്നും 15.5 പവൻ കവർന്ന കേസിലെ പ്രതികളെ 48 മണിക്കൂറിനുള്ളിൽ പിടികൂടി വടക്കാഞ്ചേരി പോലീസ്. നിരവധി കേസുകളിൽ പ്രതിയായ കള്ളക്കുറിശി സ്വദേശി ശിവ, എങ്കക്കാട് സ്വദേശി ഹസൻ, പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരാണ് പിടിയിലായത്. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് വയലിൻ പ്രതിഭ, സംഗീത കലാനിധി പത്മശ്രീ A കന്യാകുമാരി അർഹയായി. 50,001 രൂപയും സ്വർണ്ണപ്പതക്കവുമാണ് പുരസ്കാരം. വാഴാനി ഫിഷറീസ് സഹകരണ സംഘം വർഷങ്ങളായി അടച്ചുപൂട്ടിയ നിലയിൽ. ഹരിജൻ ഗിരിജൻ റിസർവോയർ ഫിഷറീസ് സഹകരണ സംഘമാണ് പൂട്ടിയത്. അതിരപ്പിള്ളി ചിക്ലായിൽ കാട്ടാനകളിറങ്ങി കൃഷി നശിപ്പിച്ചു. ഞരളക്കാട്ട് ജോസഫിന്റെ തോട്ടത്തിലെ തെങ്ങുകളും കവുങ്ങുകളുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത്.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.